10 വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ കൗമാരക്കാരൻ ഉൾപ്പെടെ 2 പേർ പോലീസിന്റെ പിടിയിലായി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലാണ് 2 പേരെ അടൂർ പോലീസ് പിടികൂടിയത്. ഒരാൾ 15-കാരനാണ്. ഒന്നാം പ്രതി എറണാകുളം പെരുമ്പാവൂർ വടയമ്പാടി 10-ാം മൈൽ കക്കാട്ടിൽ വീട്ടിൽ സുധീഷ് രമേശ് 19 റിമാൻഡിലായി. ഇയാൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ ആംബുലൻസ് ഡ്രൈവറാണ്. ചേന്നമ്പുത്തൂർ കോളനിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ ഇയാൾ കുട്ടിയെ വീടിന് സമീപത്തു നിന്നും കടത്തിക്കൊണ്ടുപോയി തൊട്ടടുത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് കൗമാരക്കാരനും ലൈംഗിക പീഡനത്തിന് വിധേയയാക്കി. നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ കുട്ടിയുടെ വായ് പൊത്തിപ്പിടിച്ച് കൗമാരക്കാരൻ പീഡിപ്പിച്ചു. സംഭവം ഉടനടി അറിഞ്ഞ വീട്ടുകാർ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അടൂർ പോലീസ് സ്റ്റേഷനിലെ ASI മഞ്ജു മോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് ഇൻസ്പെക്ടർ ശ്യാമുരളി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അടൂർ ജനറൽ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി. തെളിവുകൾ ശേഖരിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തുകയും സുധീഷ് രമേശിനെ ചേന്നമ്പുത്തൂർ കോളനിയിൽ നിന്നും തിങ്കൾ പുലർച്ചെ 2 മണിക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൂട്ട ബലാത്സംഗ കേസ് ആയതിനാൽ അടൂർ DYSP PG സന്തോഷ് കുമാറിന് അന്വേഷണ ചുമതല. പ്രതിയുടെയും കൗമാരക്കാരൻ്റെയും ഫോട്ടോ ഫോണിൽ കുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞിരുന്നു. ഇരുവരുടെയും വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികൾ പോലീസ് കൈക്കൊണ്ടു. തിങ്കൾ പകൽ 11:40 കൗമാരക്കാരനെ നിയമനടപടികൾക്ക് വിധേയനാക്കുകയും വിവരം മാതാവിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. കൂടാതെ ശിശു സംരക്ഷണ ഓഫീസറെ അറിയിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. ഇയാളെ കൊല്ലത്തെ കേന്ദ്രത്തിലേക്ക് മാറ്റി.